ഡോക്ടർ ജോർജ് പടനിലത്തിൻ്റെ ജീവിതത്തിലൂടെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ ഉള്ള ഒരു സഞ്ചാരമാണ് നാം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ബ്ലോഗ് എഴുത്തുകൾ ഏറെ ശ്രദ്ധേയങ്ങളാണ്. ഒരു കാട്ടാനയെ നാട്ടാനയാക്കി മാറ്റുമ്പോൾ ആ ആന അതിൻ്റെ മനസ്സിലനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ച്, ആനയുടെ മനസ്സിൽ ഒരു വലിയ പോരാട്ടം നടത്തുന്നു എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഡോക്ടർ നമ്മളോട് വിശദീകരിച്ചു. അതിൽ തന്നെ ഡോക്ടർ ഒരു വാക്ക് പറയുന്നുണ്ട്: ഭ്രാന്തൻ ചിന്താസരണിയിലൂടെ ആനയെ പരിശീലിപ്പിക്കുന്നു എന്ന്. എന്താണ് ഈ ഭ്രാന്തൻ ചിന്താസരണി? ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കിന്ന് ഡോക്ടറോട് തന്നെ ചോദിച്ചറിയാം. ഡോക്ടർ, ചിന്തയിലും പ്രവർത്തനങ്ങളിലുമൊക്കെ അങ്ങ് വ്യത്യസ്തനാണ് എന്ന് ഞങ്ങൾക്കറിയാം. ജീവിതത്തെ വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്നതിന്, ഉൾക്കൊള്ളുന്നതിന് അങ്ങ് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ചിന്തയുടെ പ്രത്യേകതകൾ തന്നെയാണ് ബ്ലോഗ് എഴുത്തുകളിലും കാണുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തതുപോലെ കാട്ടാനയുടെ മനസ്സിൽ ഒരു വലിയ ആത്മസംഘർഷം അതിനെ നാട്ടാനയാക്കി പരിശീലിപ്പിക്കുമ്പോൾ നടക്കുന്നുണ്ട് എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞു. ആ മാനസിക പോരാട്ടത്തെക്കുറിച്ചും വളരെ വ്യക്തമായി ഞങ്ങളോട് സംസാരിച്ചു. അവിടെ ഒരു വാക്ക് ഏറെ ശ്രദ്ധേയമായി തോന്നി: ഭ്രാന്തൻ ചിന്താസരണി. ഭ്രാന്ത എന്നത് ഞങ്ങൾക്ക് മനസ്സിലാകും, സരണി വഴിയാണ് എന്നും അറിയാം. ഈ ഭ്രാന്തൻ ചിന്താസരണി എന്നത് ഏറെ പ്രത്യേകതകളുള്ള ഒരു വാക്കായി തോന്നുകയാണ്. തീർച്ചയായും അങ്ങ് വലിയ അർത്ഥതലങ്ങൾ അതിന് കൊടുത്തിട്ടുണ്ട് എന്നും അറിയാം. ഭ്രാന്തൻ ചിന്താസരണി എന്ന ആ ഒരു വാക്കുകൊണ്ട് ഡോക്ടർ എന്തെല്ലാമാണ് അർത്ഥമാക്കുന്നത് എന്ന് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും ടീച്ചറെ. വനം നഷ്ടപ്പെട്ട ആനയ്ക്ക് യജമാനനെയും പരിശീലകരെയും അനുസരിക്കുകയും അവർ പറയുന്നതൊക്കെ വിശ്വസിക്കുകയും ചെയ്യുകയല്ലാതെ വേറെ യാതൊരു നിവൃത്തിയില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അവർ പറയുന്നത്: നീ ഒരു കൊടുമ്പാവിയാണ്, നിനക്ക് വനത്തിൽ തിരിച്ചു പോകാൻ യോഗ്യതയില്ല, നീ ഞങ്ങൾ പറയുന്നത് കേട്ട് നിന്നാൽ നിനക്ക് ജീവിക്കാം എന്നുള്ള ആ യാഥാർത്ഥ്യം, അതാണ് സത്യം എന്ന് അത് വിശ്വസിക്കാൻ നിർബന്ധിതനാവുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിൽ പതിയിരിക്കുന്ന ആന അതിനോട് പറയുന്നുണ്ട്: നീ ഇനി ആനയാണ്, ഒരു തെറ്റിനും ആ സത്യത്തെ മായ്ക്കാൻ സാധിക്കുകയില്ല. പക്ഷേ അത് കേൾക്കുമ്പോൾ ആനയ്ക്ക് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും സങ്കടവും അത് ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള വലിയ മനസ്താപവും ഒക്കെ മനസ്സിൽ വരുന്നത് കാരണം അത് സഹിക്കാൻ പ്രയാസമുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ അത് ഒരു മിഥ്യയാണ് എന്നതങ്ങ് ചിന്തിക്കുകയാണ്. ഇറ്റ് ഈസ് എൻ ഇല്യൂഷൻ. ഞാൻ ആനയാണ് എന്നുള്ളതൊരു ഇല്യൂഷനാണ്, ഞാൻ അടിമയാണെന്നുള്ളതാണ് സത്യം. അടിമയായിട്ട് ഞാൻ ജീവിക്കണം. അപ്പം ഈ ട്രൂത്ത് ഈസ് ആൻ ഇല്യൂഷൻ, ഇല്യൂഷൻ ഈസ് ദ ട്രൂത്ത്. സത്യം മിഥ്യയാണ്, മിഥ്യയാണ് സത്യം എന്ന് വിശ്വസിക്കാൻ നിർബന്ധിതനാകുന്ന ആന അത് വിശ്വസിക്കുകയും അതോടുകൂടിയാണ് സാത്താൻ എന്ന ആ ചിന്താഗതി പുറത്തു വരുന്നത്. അത് ഈ പരിശീലകൻ, യജമാനൻ ഒക്കെ ഉദ്ദേശിച്ച ആ ഒരു തലത്തിലേക്ക് ഇപ്പോൾ ആനയുടെ മനസ്സ് എത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലാതായി തീർന്നു. അതൊരു പിശാചായി തീർന്നു. അതിനെ ഇനി നന്നാക്കിയെടുക്കുക, എങ്ങനെയെങ്കിലും നേരെ വനത്തിലേക്ക് കൊണ്ടുപോകാൻ യോഗ്യനാക്കി തീർക്കുക എന്നുള്ളതാണ് യജമാനൻ്റെയും കിങ്കരന്മാരുടെയും കടമയെന്നാണ് ഇവനെ ഒരു തലം വിജയിച്ചു അവരുടെ. ഈ ഒരു പരുവത്തിലാക്കി തീർത്തു. അതെ. അപ്പോൾ ആന വിശ്വസിക്കുന്ന ഇനിയും ഏത് നാട്ടാനെന്നും പറഞ്ഞ് നടക്കുന്ന സ്വതന്ത്രമായിട്ട് വനത്തിൽ ജീവിക്കുന്ന ആനയൊക്കെ അതിന് കാണുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ആ വലിയ ദേഷ്യം, ഇതിൻ്റെ മനസ്സിലുള്ള ആ വലിയ ദേഷ്യം ഈ ആനയോടെ തീർക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ താപ്പാനകളെ കൊണ്ട് കാട്ടാനകളെ പരിശീലിപ്പിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരെ ഈ അമ്മായിമ്മ പോലെ പണ്ട് അമ്മായിമ്മമാരും മരുമക്കളെ പരിശീലിപ്പിക്കുന്നത് പോലെ ആ വിരോധം, ആ മനസ്സിലുള്ള ഉൾക്കടമായ ആ വിരോധം മുഴുവൻ മറ്റൊരാളുടെ പുറത്ത് ഇവളും അനുഭവിക്കട്ടെ എന്നുള്ള ആ മട്ടിൽ പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ ആ യജമാനെതിരായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ അവരെ നശിപ്പിക്കണമെന്നുള്ളതാണ് യജമാനും ഇവരും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ യജമാനൻ്റെ സാമ്രാജ്യം എത്ര വർദ്ധിപ്പിക്കുന്നോ അത്രയ്ക്ക് ഇവന് വനത്തിൽ പെട്ടെന്ന് പോകാൻ സാധിക്കുമെന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ ആ
ഭ്രാന്തൻ ചിന്താഗതിയുടെ അങ്ങനത്തെ ഒരു ചിന്താഗതി ഇതിൻ്റെ മനസ്സിൽ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് വലിയ കുറ്റബോധം. അതായത് ഞാൻ എന്തോ ഭയങ്കരമായി തെറ്റ് ചെയ്തു, എനിക്ക് എന്താ തെറ്റ് ചെയ്തതെന്ന് എനിക്കറിയാൻ വയ്യ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെറും പനയോല തൊപ്പിൽ പോയെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതൊരു വലിയ തെറ്റാണ് എന്നാണ് ഇവരെന്നെ വിശ്വസിപ്പിക്കുന്നത്. അപ്പോൾ ആ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് അറിയാമായിരുന്നെങ്കിൽ എനിക്കത് കറക്റ്റ് ചെയ്യാൻ ഒക്കുമായിരുന്നു. അപ്പം പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെറ്റെന്താണെന്ന് അറിയാൻ വയ്യാത്തത് മൂലം, അത് തിരുത്താൻ സാധിക്കാത്തത് മൂലം ഞാൻ വളരെ നിസ്സഹായനായി, ടോട്ടലി ഹെൽപ്ലെസ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ആ നിസ്സഹായ അവസ്ഥയിൽ എനിക്കൊരൊറ്റ ശരണം ഈ യജമാനനും കിങ്കരന്മാരും പറയുന്നത് അനുസരിക്കുക മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ എന്നാ മാർഗം? അല്ലെങ്കിൽ പട്ടിണി അല്ലെങ്കിൽ പീഡനം. അപ്പോൾ അതിൽ നിന്ന് ആ ഗിൽറ്റ് എങ്ങനെ മാറ്റിയെടുക്കാൻ ഒക്കുമെന്നുള്ളത് അറിയാൻ വയ്യാത്തത് കാരണമുള്ള ഹെൽപ്ലെസ് സിറ്റുവേഷനിലാണ് ഈ അടിമ ജീവിക്കുന്നത്. പിന്നെ യജമാനന് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ പരിശീലകർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്, അവർക്കിഷ്ടമില്ലാത്തതെല്ലാം തെറ്റാണ്. അപ്പോൾ തെറ്റും ശരിയും എന്നുള്ളത് തീരുമാനിക്കുന്നത് യജമാനനും അവരുടെ പരിശീലകരുമാണ്. ഇതിനതേ സമയം എന്താ തെറ്റെന്നോ എന്താ ശരിയെന്നോ അറിയാൻ വയ്യ. തല്ലുകൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തത് തെറ്റാണ് എന്നറിയാം. അതേസമയം ഒരു പഴക്കൊലയോ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തത് വളരെ നന്നായിരിക്കുന്നു എന്ന്. അങ്ങനെ തെറ്റും ശരിയും എന്നുള്ളതിനെക്കുറിച്ച് ഒരാശയം എന്നുള്ളതല്ലാതെ, ഒരു ഐഡിയ എന്നുള്ളതല്ലാതെ അതിന് തെറ്റും ശരി എന്നുള്ളതിനകത്ത് യാതൊരു യാഥാർത്ഥ്യവുമില്ല. പക്ഷേ ഞാൻ ഇന്നത് ചെയ്താൽ ശരിയാണ്, ഇന്ന് ചെയ്താൽ തെറ്റാണ് എന്നുള്ളതിനെ അങ്ങ് പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അത് മാത്രമേ അതിനറിയാവുള്ളൂ. പിന്നെ തീർത്തും ഈ യജമാനനോടുള്ള യജമാനനെ സ്തുതിക്കുക, എല്ലാ സമയത്തും യജമാനനെ പുകഴ്ത്തുക, ഇങ്ങനെയൊക്കെ ഉള്ളതിനെ പരിശീലിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എപ്പോഴും പരിശീലിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വാസ്തവത്തിൽ യജമാനനോട് ശക്തമായ വിരോധം തോന്നുന്നുണ്ട്. അതെ, സ്തുതി പാടുമ്പോഴും എല്ലാം തോന്നുന്നത് ഭയങ്കര ദേഷ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വാതന്ത്ര്യം ഇതല്ലാതാക്കി തീർത്തതല്ലേ, അത് എത്രയല്ലായാലും അതിന് മറക്കാനൊക്കത്തില്ല. അപ്പോൾ അത്ര ഭയങ്കരമായ വിരോധം അതിൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. പക്ഷേ ആ വിരോധം എപ്പോഴെങ്കിലും പുറത്ത് ചാടുമോ എന്നതിന് പേടിയുണ്ട്. അങ്ങനെ വിരോധം ഇത് ആനയായിട്ടത് അഭിനയിച്ചു ആനയായിട്ടത് പ്രവർത്തിച്ചു പോയെങ്കിൽ അതിനെ കൊല്ലുമെന്നതിന് തീർച്ചയാണ്. അപ്പോൾ അത് അടക്കി വെക്കാനായിട്ട് ഇത് വലിയ ഉപവാസവും പ്രാർത്ഥനയും അതും ഇതൊക്കെ ചെയ്ത് അതിൻ്റെ ആ ഉള്ളിലുള്ള ആ ശരിക്കുള്ള യഥാർത്ഥമായിട്ടുള്ള ഇതിൻ്റെ വികാരത്തെ ഒതുക്കി നിർത്താനായിട്ട് ഇത് വളരെയധികം പരിശ്രമിക്കും. പക്ഷേ അതിൽ നിന്നുണ്ടാകുന്നത് ഇതിനോട് തന്നെ വലിയ ശക്തമായ വിരോധമാണ്. സ്വയം നിന്ന സെൽഫ് ഹെയ്റ്റഡ്, തന്നെത്താനെ നമുക്ക് വലിയ ദുരഭിമാനമല്ല, നമുക്ക് യാതൊരു ഒരു അഭിമാനവും ഇല്ലാത്ത, യാതൊരു കോൺഫിഡൻസും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഈ ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്പ്, അതായത് എന്നാൽ യജമാനനെ പ്രീണിപ്പിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ ഇതിന് ജീവിക്കാനൊക്കത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് യജമാനനെ പുകഴ്ത്തുകയും, യജമാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ അതാണ് യജമാനില്ലാതെ കൊണ്ട് എനിക്ക് ജീവിതം സാധ്യമല്ല, ഇതാണ് എല്ലാം വലിയ വിനീതനായിട്ടും ഇത് പുകഴ്ത്തി പറയുന്നതിൻ്റെ കാരണം അങ്ങനെ കാര്യം സാധിക്കാനൊക്കത്തുള്ളൂ. അതാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളെ മണിയടിക്കുക എന്ന് പറയും, മണിയടിച്ച് കാര്യം സാധിക്കുക എന്ന് പറഞ്ഞാൽ യജമാനനെ മണിയടിച്ചെങ്കിൽ മാത്രമേ കാര്യം സാധിക്കത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു രീതിയിലും എനിക്ക് സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഇതാണ് ഈ അത് വശത്തോടെ അല്ല, ഈ മാനിപ്പുലേഷൻ. എനിക്ക് എൻ്റെ യജമാനനെ അങ്ങേയറ്റത്തെ സ്നേഹമാണ്, അതായത് അല്ലെങ്കിൽ യജമാനൻ പറയുക അടിമയോട് നിൻ്റെ പെറ്റമ്മയെക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അതായത് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ മാനിപ്പുലേഷൻ്റെ ഭാഗമാണ്. കാര്യം നടത്താനായിട്ട്, അതായത് അടിമയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനും യജമാനെ കൊണ്ട് കാര്യം സാധിക്കാനുമുള്ള അതാണ് വിദ്യ, അതാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഭ്രാന്തൻ ചിന്താസനയുടെ വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനയ്ക്ക് എന്താ ചെയ്തതെന്ന് അറിയാൻ വയ്യ, എന്ത് തെറ്റാ എന്താ ചെയ്തതെന്നറിയാം, എന്ത് തെറ്റാ അതിലുള്ളതെന്ന് അറിയാൻ വയ്യ. അതിനെ തെറ്റെന്താണെന്ന് അറിയാൻ വയ്യാത്തത് കാരണം ഈ സംഭവിച്ചതിനകത്ത് അതിനെങ്ങനെ ഉത്തരവാദിയാകാൻ ഒക്കുന്നത്, എന്ത് തെറ്റാ ചെയ്തെന്ന് അറിയാൻ വയ്യാതെ ഉണ്ട്. അപ്പം ഉത്തരവാദിത്വം ഇല്ല എന്ന് അങ്ങ് തീരുമാനിക്കും. ഞാൻ അങ്ങനെ സംഭവിച്ചു, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാൻ വയ്യ, എൻ്റെ ഗതി ഇതായിരിക്കാം, എൻ്റെ വിധി ഇതായിരിക്കാം, ഞാൻ
അല്ലാതെ കണ്ട് എന്നാ തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ചിന്തിക്കുന്നത്. അങ്ങനെ ഈ വിധിയെ പഠിച്ച് ജീവിക്കുക, ഉത്തരവാദിത്വം മുഴുവൻ നിഷേധിക്കുക. ഉത്തരവാദിത്വം നിഷേധിക്കുമ്പോൾ ആനയ്ക്ക് അതിൻ്റെ ശക്തി നഷ്ടപ്പെടുകയാണ്. ചെയ്യേണ്ട ഉത്തരവാദിത്വം അല്ല, ആനയ്ക്ക് ചെയ്ത തെറ്റിനകത്തുള്ള ഉത്തരവാദിത്വം അത് നിഷേധിക്കുമ്പോൾ അതിനത് കറക്റ്റ് ചെയ്യാനൊക്കത്തില്ല. ഒരു തെറ്റ് ചെയ്തത് ഞാനിപ്പോൾ തെറ്റ് ചെയ്തിപ്പം 50 മൈൽ സ്പീഡിൽ യാത്ര ചെയ്തു, എനിക്ക് ടിക്കറ്റ് കിട്ടി, അല്ലെങ്കിൽ മദ്യപിച്ചേച്ച് പോയപ്പോഴത്തേക്ക് ഞാൻ പോയി കാർ ഇടിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്ത തെറ്റാണ്, എനിക്ക് തിരുത്താം, അടുത്ത പ്രാവശ്യം ഞാൻ മദ്യപിച്ചിട്ട് ഓടിക്കത്തില്ല. പക്ഷേ ഒരിക്കൽ എനിക്കതിനകത്ത് ഉത്തരവാദിത്വമില്ല, അതങ്ങനെ സംഭവിച്ചു, അത് സംഭവിക്കേണ്ടായിരുന്നു, അത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു, അങ്ങനെ സംഭവിച്ചതിനകത്ത് എനിക്ക് തന്നെ ഉത്തരവാദിത്വം എന്ന് ചിന്തിച്ച് കഴിയുമ്പം അതെ ആ അവസ്ഥ നമ്മുടെ ശക്തി, നമ്മുടെ സ്വന്തം ശക്തിയെ നമ്മൾ നിഷേധിക്കുകയാണ്. മനസ്സിലായോ? നമ്മൾ ഉത്തരവാദിത്വം നിഷേധിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ശക്തിയെ നമ്മൾ ബലഹീനരാകുക, നമുക്കത് കറക്റ്റ് ചെയ്യാനൊക്കത്തില്ല. അതേസമയം നമ്മൾ അതിൽ നിന്നൊരു കറക്റ്റ് ചെയ്ത് അതിൽ നിന്നൊരു പാഠം പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ എക്സ്പേർട്ടാകും. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം തെറ്റിൽ നിന്ന് പഠിക്കുന്ന പാഠമാണ്. അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഉത്തരവാദിത്വമില്ലാതെ നടക്കുന്നവരെ എല്ലാം ദൈവത്തിൽ നടത്തുന്നത്, എല്ലാം എൻ്റെ വിധിയാണ്, എൻ്റെ തലവരെയാണ് എന്നും പറഞ്ഞ് നടക്കുന്നവരെ ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. കാരണം വെച്ചാൽ അവരൊരിക്കലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ ആ ഭ്രാന്തൻ ചിന്താസരണിയുടെ ഒരു ഭാഗമായിട്ട് ഇതിങ്ങനെ വരുന്നത് കാരണം ഇത് ടോട്ടലി ഹെൽപ്ലെസ്സായിട്ട് യജമാനെയും കിങ്കരന്മാരെയും ആശ്രയിച്ച് ഇതിങ്ങനെ ജീവിക്കുന്നു. അപ്പോൾ ഈ ചിന്താസരണിയിൽ കൂടി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗം. ഭ്രാന്തൻ ചിന്താസരണി എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ജിജ്ഞാസ ഉളവാക്കുന്ന ഒരു ചർച്ച തന്നെയാണ് ഇവിടെ നടന്നത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡോക്ടറോട് ചോദിച്ചറിയേണ്ടതുണ്ട്. അടുത്ത എപ്പിസോഡുകളിൽ ആകർഷകമായ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം.